വയനാട് മാനന്തവാടിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയോടെയാകും ഇന്നത്തെ ദൌത്യം. മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും തിരച്ചിലിന്റെ ഭാഗമായുണ്ട്. കടുവ ഭീതി വർദ്ധിച്ചതോടെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. 48 മണിക്കൂർ നേരത്തേക്ക് ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നും കടകൾ അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. പരീക്ഷകൾക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തും. കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചാരത്തിനും വിലക്കുണ്ട്. നമുക്കിപ്പം പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് സാരംഗ് സുരേഷും ഇംതിയാസ് കരീമും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് സാരംഗിലേക്ക് പോകാം. സാരംഗ്, നമുക്കറിയാം വളരെ വലിയൊരു ദൗത്യമാണ് ഇന്നുള്ളത്. പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ആശങ്കയിലും ആകാംക്ഷയിലുമാണ്. എന്ത് സംഭവിക്കും എന്നതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. എന്താണ് വിശദാംശങ്ങൾ? ഈ ഒരു ഓപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിനമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുതിയ ആക്ഷൻ പ്ലാൻ ഇന്ന് രാവിലെ തൊട്ട് നടപ്പിലാക്കാൻ പോകുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയും വനമന്ത്രിയും ചേർന്ന് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഇത്തരത്തിൽ കടുവയെ പിടികൂടി കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിക്കേണ്ടതില്ല, ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ സ്വസ്ഥമായ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള അക്രമം നിരന്തരമായി അഴിച്ചുവിടുന്ന കടുവയെ എത്രയും പെട്ടെന്ന് തന്നെ വെടിവെച്ച് ഇല്ലാതാക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഭരണാധികാരികൾ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കർഫ്യൂ പ്രഖ്യാപിക്കുന്നത് ഇനി ഒരുപക്ഷെ വെടിയേൽക്കുന്ന സമയത്ത് കടുവ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തനാവാനോ ജനവാസ മേഖല തേടി അത്തരത്തിലൊരു അക്രമം നടത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പഞ്ചാരക്കൊല്ലി അതുപോലെ തന്നെ പ്രിയദർശിനി എസ്റ്റേറ്റ് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഒരു കാരണവശാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പരീക്ഷയും ഒക്കെയായി പ്രധാനപ്പെട്ട മറ്റിടങ്ങളിലേക്ക് ഒക്കെ തന്നെ പോകേണ്ട വിദ്യാർത്ഥികൾ അതാത് വാർഡുകളിലെ കൗൺസിലർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കേന്ദ്രീകൃതമായി പുറത്തേക്ക് പോകാനുള്ള ബസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നും ഭരണാധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഷാർപ്പ് ഷൂട്ടർമാരടക്കമുള്ള പ്രത്യേക സംഘമാണ് RRT സംഘത്തോടൊപ്പം വനാതിർത്തിയിലേക്ക് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ തൊട്ടുമുകളിലേക്കുള്ള കുന്നിൻ മുകളിലേക്കുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മുത്തങ്ങയിൽ നിന്നെത്തിയ കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള വിക്രം അടക്കമുള്ള പ്രധാനപ്പെട്ട കുങ്കിയാനകളും കൂടിയുണ്ട്. അപ്പോൾ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായമൊക്കെ തേടിക്കൊണ്ട് എങ്ങനെയും ഈ കടുവയെ പിടികൂടുക എന്നൊരൊറ്റ ലക്ഷ്യം തന്നെയാണ് ദൗത്യ സംഘത്തിന് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏറെ ആകാംക്ഷയും ആശങ്കയും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എങ്ങനെയും കടുവയെ ഇന്ന് തന്നെ പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ദൗത്യ സംഘം, അല്ലേ? അതെ, തീർച്ചയായും ഏത് വിധേനയും കടുവയെ കീഴ്പ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഇനി ആ ഒരു തീരുമാനം പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഒറ്റ മനസ്സോടുകൂടി ഒറ്റ ലക്ഷ്യത്തോടു കൂടി ദൗത്യസംഘം പൂർണ്ണമായും നീങ്ങുന്നത്. മാത്രമല്ല, ഇന്നലെ മന്ത്രി നേരിട്ടെത്തി ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പാണത്. ഏത് വിധേനയും കടുവയെ പിടികൂടും, ജനങ്ങൾക്ക് ഇവിടെ എത്തി തൊഴിൽ ചെയ്യാൻ കഴിയുന്ന. കാരണം നേരത്തെ മന്ത്രിയോട് ജനങ്ങൾ ഇന്നലെയൊക്കെ തന്നെ പലതവണയായി ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. സാധാരണക്കാർ ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിൽ എന്നത് തേയില നുള്ളുന്നതും അതുപോലെ തന്നെ കാലി വളർത്തലുമാണ്. അവർക്ക് അവരുടെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കടുവയെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടി ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെയെല്ലാം സാധിക്കുമോ അതിനെല്ലാം ഒരുങ്ങിത്തക്ക വണ്ണത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം മുന്നോട്ടേക്ക് പോകുന്നത്. അതിനെല്ലാ തരത്തിലുള്ള പിന്തുണയുമായി സർക്കാർ തന്നെ കൂടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജനങ്ങളുടെ പരിപൂർണ പിന്തുണ കൂടി അതിന് വേണമെന്നുള്ള കാര്യം തന്നെയാണ് ദൗത്യസംഘ തലവന്മാർ ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞു. 48 മണിക്കൂറാണ് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എവിടെയൊക്കെയാണ് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ജനങ്ങളുടെ ഒരു സഹകരണം എത്രത്തോളമാണ്? ജനങ്ങൾ എന്തായാലും പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് കർഫ്യൂവിനെ ഏറ്റെടുക്കുന്നത്. കാരണം ഇന്നലെ നടത്തിയ പ്രിയദർശിനി എസ്റ്റേറ്റിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് നടത്തിയ തീരുമാനത്തിൽ, ബേസ് ക്യാമ്പ് ഓഫീസിൽ വെച്ച് നടത്തിയ ആ ഒരു യോഗത്തിനൊടുവിലെടുത്ത തീരുമാനത്തിലാണ് ഇത്തരത്തിൽ കർഫ്യൂവിനെ കുറിച്ചുള്ള ആദ്യഘട്ട സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതിൽ മാനന്തവാടി നഗരസഭാ അധികൃതരൊക്കെ തന്നെ സജീവമായി ആ യോഗത്തിൽ പങ്കുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത്. പ്രധാനമായും പഞ്ചാരക്കൊല്ലി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക റേഡിയസിലാണ്, ഒരു 3 വാർഡുകളിലായി നിൽക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ കർഫ്യൂവിനൊടുവിൽ തന്നെ
ഏറ്റവും നിർണായകമായ ആ ഒരു നിമിഷത്തിലേക്ക്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ആ നരഭോജി കടുവയെ ഏത് വിധേനയും കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന ആ ഒരു പ്രതീക്ഷയും ആ ഒരു ഉറപ്പും തന്നെയാണ് ദൗത്യസംഘം ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങൾക്ക് നൽകുന്നത്. സാരംഗ്, ഈ ദൗത്യം എപ്പോഴാണ് ആരംഭിക്കുക? അധികൃതരൊക്കെ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയൊരു വിവരം അക്കാര്യത്തിൽ? വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ഭൂപ്രകൃതിയെ കുറിച്ചുള്ളത് തന്നെയാണ്. കാരണം ചെങ്കുത്തായ പ്രദേശങ്ങളാണ്, തേയിലത്തോട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ കടുവയ്ക്കൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ ഇന്നലെ ജയസൂര്യക്ക് സംഭവിച്ച ആ ഒരു അപകടം നമ്മൾ നേരിട്ട് കണ്ടതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ കടുവയ്ക്ക് ഒളിഞ്ഞിരിക്കാനും ദൗത്യസംഘത്തിന് നേരെയൊക്കെ തന്നെ പെട്ടെന്നൊരു ആക്രമണം നടത്താനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചക്കുറവിന്റെ അല്ലെങ്കിൽ കോടയുടെയൊക്കെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായും വെളിച്ചം എത്തിയതിനു ശേഷം ആ ഒരു വെയിൽ കൃത്യമായി എത്തുന്ന അടിക്കാടിലേക്ക് പോലും ഒരുപക്ഷെ ദൗത്യസംഘത്തിന് അടിക്കാടുകളിലേക്ക് പോലും തിരച്ചിൽ സാധ്യമാക്കാൻ കഴിയുന്ന ആ ഒരു സമയം എന്തായാലും 8 മണിക്ക് ശേഷമായിരിക്കും ഇന്ന് ദൗത്യസംഘം പുത്തൻ തീരുമാനങ്ങളുമായി ഈ